2022 നവംബറിലെ ഒരു രാത്രി ഏകദേശം 3 മണിക്ക് ഭയങ്കരമായ ഒച്ച പുറത്തു കേട്ട് പുറത്തിറങ്ങി നോക്കുന്ന ജോൺ കാണുന്നത് തന്റെ 90 ആടുകളെ പിടിക്കാൻ നോക്കുന്ന ചെന്നായി വർഗത്തിൽപ്പെട്ട 11 കയോട്ടികളെയും അവരെ ഒറ്റയ്ക്ക് നേരിടുന്ന തന്റെ നായയായ കാസ്പറിനെയുമാണ്. ഉടനെ തന്നെ അദ്ദേഹം ആയുധമെല്ലാം എടുത്ത ആളുകളെ കൂട്ടി പെട്ടെന്ന് അവിടേക്ക് വന്നു. അപ്പോഴേക്കും കാണുന്നത് 30 മിനിറ്റിന്റെ ഫൈറ്റിന് ശേഷം അവിടെ ചത്ത് കിടക്കുന്ന 8 കയോട്ടികളെയും മുറിവേറ്റ കാസ്പറിനെയുമാണ്. പുള്ളി ഉടനെ തന്നെ ആടുകളെ പോയി നോക്കി, എല്ലാം സേഫ് ആണ്. എന്നാൽ ഇതിനുശേഷം നോക്കുമ്പോൾ കാസ്പറിനെ കാണാനില്ല. പിറ്റേന്ന് ജോണും കൂടെ കുറെ സുഹൃത്തുക്കളും പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, ഒരു വിവരം പോലും കിട്ടിയില്ല. പിന്നീട് 2 ദിവസത്തിന് ശേഷം ജോൺ നോക്കുമ്പോൾ ആരോ ഒരാൾ വീട്ടിലേക്ക് പതുക്കെ നടന്നു വരുന്നു. ജോൺ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തൊലിയൊക്കെ പോയി കഴുത്തിലൊരു വലിയ മുറിവും മുറിഞ്ഞുപോയ വാലുമായി കാസ്പറാണ് വരുന്നത്. തളർന്നു ജോണിന്റെ മുമ്പിൽ വീണുപോയ കാസ്പറിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു, ചികിത്സയെല്ലാം കൊടുത്തു. പക്ഷേ ഈ 2 ദിവസം കാസ്പർ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മാത്രം മനസ്സിലായില്ല. പക്ഷെ അധികം ആലോചിക്കേണ്ട വന്നില്ല. കാരണം ജോൺ ഒരു വാർത്ത കേട്ടു. ഗ്രാമത്തിൽ നിന്ന് മാറിയുള്ള കാടിന്റെ അല്പമുള്ളിലായി പല സ്ഥലങ്ങളിൽ നിന്ന് തിരച്ചിലിന് പോയവർ 3 കയോട്ടികളുടെ ബോഡികൾ കൂടെ കണ്ടെടുക്കുമായിരുന്നു. എന്റെ കുടുംബത്തെ തൊട്ടാൽ അതിനു മുതിർന്ന അവസാനത്തവനെ വരെ അവർ ഉള്ള സ്ഥലത്ത് പോയി തീർക്കുമെന്നുള്ള ഡയലോഗ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. കാസ്പർ അത് റിയൽ ലൈഫിൽ കാണിച്ചു തരികയായിരുന്നു. വൃത്തി കുറവാണെന്നോ, റിഫ്ലക്സ് പോരെന്നോ, ഡിപ്പെൻഡന്റ് ആണെന്നോ, അങ്ങനെ എന്ത് തരം കുറ്റങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. പക്ഷേ വിശ്വസ്തതയ്ക്കൊരു പര്യായമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് പട്ടി സാർ.